ഹായ് കൂട്ടുകാരെ, ഇപ്പോൾ രാവിലെ നമ്മൾ നടന്നുകൊണ്ട് നിങ്ങളൊരു കാഴ്ചയിലേക്കാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇവിടെ കണ്ട, ഇവിടെ കംപ്ലീറ്റ് നിറച്ചിങ്ങനെ മഞ്ഞ് വന്നിങ്ങനെ ഫുള്ളായിട്ട് നിൽക്കണം. ഇപ്പോൾ ഒരു സമയം വെളുപ്പിലൊരു 6 മണി ആയതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ഇങ്ങനെ എല്ലാ സ്ഥലവും ഇങ്ങനെ നിറഞ്ഞ് മഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന നല്ല രസമുണ്ട്. പക്ഷേ നമ്മളിങ്ങനെ ഈ പകൽ നമ്മൾ ഈ മഞ്ഞിന് താണ്ട ഇവിടെ കംപ്ലീറ്റ് താണ്ട ഇതിനിടെ കൂടെ പകൽ ഈ മഞ്ഞ് നമുക്ക് രാത്രി ഇതിൻ്റെ പ്രത്യേകത കാണാം. അതിനാണ് നമ്മൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് പോകുന്നത്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എടുത്തേക്കുന്നത് നമ്മളെ തലയിലേക്ക് വെച്ച് ടാപ്പിങ്ങിന് ഉപയോഗിക്കുന്ന ടോർച്ച് ലൈറ്റാണ്. ഇപ്പോൾ ടോർച്ച് ലൈറ്റ് ഇപ്പോൾ നമ്മൾ സമയം ഒരു 7 മണി, രാത്രി ഒരു 7 മണി ആയതുള്ളൂ. ഈ സമയത്ത് നമ്മൾ ഇപ്പോൾ രാത്രിയൊക്കെ ഈ മഞ്ഞൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അടിച്ചാൽ തന്നെ ഒരു പ്രത്യേകമില്ല, നോർമലായിട്ടുള്ള ഒരു വെട്ടമാണ് കാണുന്നത്. പക്ഷേ ഈ ലൈറ്റ് കൊണ്ട് നമുക്ക് വെളുപ്പിൽ ഒരു 3:30-4 മണിക്ക് നല്ല മഞ്ഞ് വരുന്ന സമയത്ത് അടിച്ചതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് നമ്മളിന്ന് അങ്ങോട്ടാണ് പോകുന്നത്. അത് കാണിക്കാം നിങ്ങളെങ്ങനെയാണെന്ന്. ഇപ്പോൾ സമയം വെളുപ്പിൽ ഒരു 4 മണിയായി. നല്ല ഇരുട്ടുമുണ്ട്. പക്ഷേ ഇതുകൊണ്ട് അങ്ങോട്ട് ആ ഭാഗത്ത് കാണുന്ന അവിടെയൊക്കെ ചെറിയൊരു വെട്ടത്തിൻ്റെ ഒരു കളറുണ്ട്. പക്ഷേ നമ്മളെ ഈ ക്യാമറയുടെ ഫ്രണ്ടിൽ കൂടെ മഞ്ഞിങ്ങനെ അത്യാവശ്യം നല്ല സ്പീഡിന് ആ പറന്ന് പോകുമ്പോഴേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് ആ ഭാഗത്തൊക്കെ ഒത്തിരി വെട്ടമുണ്ട്. പക്ഷേ നല്ല രീതിയിൽ മഞ്ഞ് പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. അപ്പോഴേ നമ്മൾ ആ കൊണ്ടുവന്ന ആ ടോർച്ച് വെച്ച് നമുക്ക് ആ ഫ്രണ്ടിലോട്ടൊക്കെ ഒന്ന് അടിച്ചു നോക്കാം. നമ്മളെ ഫ്രണ്ടിലോട്ടൊക്കെ അടിക്കുന്ന നേരത്ത് തന്നെ അറിയാൻ കഴിയും. ഇതാ ഇവിടെ നിന്ന് ശരിക്കും അത്രത്തോളം ഒരാൾ നിന്ന് തൊട്ടടുത്ത് നിന്ന് അറിയാൻ വഴിയാത്ത രീതിക്ക് മഞ്ഞുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ലൈറ്റിൻ്റെ പ്രകാശം പോലും പോകണില്ല ഫ്രണ്ടിലോട്ട്. നമുക്കിനി ഈ ടോർച്ച് ലൈറ്റ് തലയിൽ വച്ചിട്ട് തറയിലോട്ടൊന്ന് അടിച്ചു നോക്കാം, താഴോട്ട്. അപ്പോൾ നമ്മൾ തറയിലോട്ട് അടിക്കുന്ന നേരത്തെ കണ്ട നമ്മൾ ആ പ്രകാശത്തിനകത്തൂടെ മഞ്ഞ് തുള്ളികൾ ഇങ്ങനെ പറന്ന് നടക്കുന്നത് പോലെ കാണാം. പക്ഷെ നമ്മൾ ആ ക്യാമറ അടുത്തോണ്ട് കൊണ്ട് ചെല്ലും തോറും പല പല രീതിക്ക് അത് മഞ്ഞ് തുള്ളികൾ മാറി മാറി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ഇപ്പോൾ കുറേ കൂടെ നമ്മൾ ഫ്രണ്ടിലോട്ട് കൊണ്ടുവരും തോറും അതിൻ്റെ വേഗതയൊന്ന് കൂടും. പിന്നെ പല രീതിക്കുള്ള ഒരു ആ മഞ്ഞിൻ്റെ കലാവിരുന്ന് നമ്മളിനി കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു നല്ലൊരു കാഴ്ച നമ്മൾ എപ്പോഴെങ്കിലും നിങ്ങളൊരു നല്ല ശരിക്കും മഞ്ഞുള്ളൊരു സമയത്ത് ഒരു ടോർച്ച് ലൈറ്റൊക്കെ എടുത്ത് വെച്ച് ഇങ്ങനെ അടിച്ച് നോക്കുന്ന നേരത്ത് ഈ മഞ്ഞിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഫ്രണ്ടിലോട്ട് ദൂരോട്ട് അടിക്കാം. അപ്പോഴും നമ്മൾ കാണാൻ കഴിയും നമ്മുടെ ടോർച്ചിൻ്റെ പ്രകാശത്തിനകത്തൂടെ പല രീതിക്കുള്ള വർണ്ണങ്ങൾ പോലെ കാണാൻ കഴിയും. പക്ഷെ നമ്മൾ ഓരോ പ്രാവശ്യം ഓരോ സ്ഥലത്തോട്ട് അടിക്കുമ്പോഴും അത് പല പല രീതിക്കാണ് നമ്മൾ ആ കാഴ്ചയിലേക്ക് നമ്മൾ ആ മഞ്ഞ് കൂട്ടിക്കൊണ്ട് പോകുന്നത്. പകൽ നമ്മൾ കാണാറുണ്ട് ഈ മഞ്ഞിങ്ങനെ മൂടി പുതച്ചിങ്ങനെ വെറുതെ ഇങ്ങനെ മലനിരകളിലൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ കിടക്കുന്നത് കാണാം. പക്ഷേ ഇങ്ങനെ ഒരു കഴിവ് ഉണ്ടെന്ന് നമ്മൾ ഒരു നിമിഷം പോലും ചിന്തിച്ച് പോലും കാണില്ല. അപ്പോൾ എനിക്കൊന്ന് ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.